ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇത് കെ സീരീസ് വാഗണറാണ്, പുതിയ മോഡലാണ്. ഇതിൻ്റെ മീറ്റർ ഡിസ്പ്ലേ ഫോൾട്ടി ആയിട്ടുണ്ട്. ഡിസ്പ്ലേ ഞാൻ ഓണായി കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ കംപ്ലൈൻ്റ് എന്നുള്ളത്. ഫുള്ളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ളൊരു കംപ്ലൈൻ്റാണ്. ഞാൻ ഓണായി കാണിച്ചു തരാം. ഇതാണ് ഡിസ്പ്ലേ. ഫെയ്ഡൊന്നും ആയിട്ടില്ല, പക്ഷേ വർക്കിംഗ് പ്രോപ്പറല്ല. ഇതാണ് എൻ്റെ പാർട്ട് നമ്പർ. നമുക്ക് പൊളിച്ചൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളെ കംപ്ലൈൻറ്റ് ഇതാണ്. ഞാൻ മീറ്റർ പൊളിച്ചിട്ടുണ്ട്. പൊളിച്ച് നീഡ്സൊക്കെ ഊരിയിട്ട് PCB നോക്കിയ സമയത്ത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയതാണ്. ബാക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഇത്ര മില്ലിയമ്പർ എടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതിങ്ങനെ ഓടി ഒരു കറക്റ്റ് ഒരു നിൽക്കാത്ത രീതിയിൽ ഇങ്ങനെ ഫ്ലിക്കറിങ്ങും അല്ല, സ്റ്റഡിയായിട്ട് ഓൺ ആവുന്നുണ്ട്. പക്ഷേ ആ ഫ്യൂവലിൻ്റെ ഗേജും അതൊന്നും നമ്മളിവിടെ ഒന്നും ചെയ്യാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് എന്താണെന്നുള്ള ഇളക്കി നോക്കണം. എന്താണ് അതിൻ്റെ ഫോൾട്ട് എന്നുള്ള PCBയിൽ നമുക്ക് നോക്കാം. ഓഫ് ചെയ്താലും അങ്ങനെ തന്നെ കുറച്ച് ബാക്ക് കണക്ഷൻ എന്നിട്ട് ഫുള്ള് പോയി. ഇപ്പോഴും അതുപോലെ തന്നെ വരുന്നുണ്ട്. സ്റ്റഡലി ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കും. നമുക്ക് ഇളക്കി നോക്കാം എന്താണ് ഫോൾട്ട് ചെയ്യുന്നുള്ളത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ PCB പൊളിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇൻസൈഡ് ലുക്ക്. ഡിസ്പ്ലേ ഒക്കെ ഇളക്കി മാറ്റിയിട്ടാണ് ഇതെടുക്കേണ്ടത്. ശരിക്കും ഇതിൽ നമുക്കൊന്ന് നോക്കണം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഈ ഡിസ്പ്ലേയുടെ കണക്ഷൻസൊക്കെ ഒന്ന് നോക്കണം. ഇങ്ങനെ ഏതെങ്കിലും കട്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വരാം. ഈ മദർ IC ഇതുമായിട്ട് ഡിസ്പ്ലേക്ക് കണക്ഷനുണ്ട്. അതാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. പിന്നെ EEPROM ഇവിടെ ഉണ്ട്. നോക്കണം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനൊന്ന് പൗസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടൊന്ന് നോക്കട്ടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഫ്രണ്ട്സ്, നമ്മൾ വാഗണറിൻ്റെ മീറ്റർ നമ്മളിവിടെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഒരു PF ഷോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡ്രൈവർ ട്രാൻസിസ്റ്റർ മാറി. നമുക്കിത് കണക്ട് ചെയ്ത് നോക്കണം ശരിയായോ ഇല്ല എന്നുള്ളത്. സ്റ്റേ ട്യൂൺ. ഫ്രണ്ട്സ്, നമ്മളെ മീറ്റർ അങ്ങനെ സക്സസ്ഫുള്ളി റിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ആ ലൈനൊന്നും ഇവിടെ കംപ്ലൈൻറ്റേ ഇല്ല. നേരത്തെ ആയിരുന്നെങ്കിൽ ഇവിടെ കണ്ടോ, ഈ ഡിസ്പ്ലേയുടെ ഈ സൈഡ് മൊത്തം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അത് ഫ്ലിക്കറിങ് പോലെയായിരുന്നു. ഇങ്ങനെ നടന്ന് ആ ഒരു ഫ്യൂവലിൻ്റെ ഭാഗം മാത്രം. പിന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചാലൊന്നും നമുക്ക് വർക്കിംഗ് അല്ലായിരുന്നു. ഒന്നും വർക്കാകത്തില്ല. ട്രിപ്പ് അടിച്ചാലൊന്നും ഒരു റെസ്പോൺസും ഉണ്ടാവില്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. മാറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല. നീഡിൽസ് വർക്ക് ആവണമെന്നറിയാൻ വേണ്ടി നമുക്കിങ്ങനെ വെച്ചിട്ട് ഇഗ്നിഷൻ ഓണാക്കി കഴിഞ്ഞാൽ നേരെ അത് താഴെ വരും. ഉണ്ടോ, അതിനർത്ഥം ഇത് വർക്കിംഗ് ആണ്. നീഡിൽസിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കവറിട്ട് അടയ്ക്കണം. ഇതാണ് അതിൻ്റെ കവർ. ഈ കവർ നമുക്കിങ്ങനെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഇത്തിരി പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. ഇതാണ് ശരിക്കുള്ള ഇതിൻ്റെ ലുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.